നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ആലപ്പുഴയിലെ പുന്നമടയിൽ നിന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസുമായി ഞാൻ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ ബലികഴിച്ച് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന മോദി സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരം, ഒരു കാര്യം, അത് വളരെ ഗൗരവമുള്ളതാണ്. ഇന്ന് നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും അധികം ഊന്നൽ നൽകി സംസാരിച്ചതും അതുതന്നെയായിരുന്നു. ആ പശ്ചാത്തലം ചരിത്രപരമായൊരു നിമിഷം എന്നാണ്, ഒരു നീക്കം എന്നാണ് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ വിവേചനപരമായ നടപടികൾക്കെതിരെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് വേണ്ടത് എന്ന് അക്കമിട്ട് നിരത്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതേസമയം അത് ഭരണഘടനയുടെ അനുച്ഛേദങ്ങളുടെ ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളായി എങ്ങനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നു, ഏതൊക്കെ തരത്തിലാണ് പൊതുമാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിൽ കടന്നുകയറുന്നത്. അപ്പോൾ ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിയമപരമായ നീക്കം സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ നടത്തുന്നു. അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ സാഹചര്യം, ഈ വിഷയം പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ കാമ്പുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതിനോട് കേന്ദ്ര സർക്കാർ എന്ത് സമീപനം ഇനി സുപ്രീം കോടതിയിൽ സ്വീകരിക്കും? മാത്രമല്ല, തങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി കേരളം എന്ന സംസ്ഥാനത്തോട് വിവേചനപരമായി പെരുമാറുന്നില്ല, അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ ഇരട്ടത്താപ്പും മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കുന്നു എന്നതുപോലെയുള്ള ഗുരുതര ആരോപണങ്ങളോട് ഏത് തരത്തിൽ മറുപടികൾ, കണക്കുകൾ നിരത്തി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി പറയും എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും നിയമപരമായി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഒരു ശൈലിയിൽ നമ്മളിപ്പോൾ കാണുന്നത് നവകേരള സദസ്സിലൂടെ 140 മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളോട് മുഖ്യമന്ത്രി എല്ലാ മണ്ഡലങ്ങളിലും വിശദീകരിക്കുന്ന പൊതുവായ പ്രശ്നം ഇതുതന്നെയാണ്. നമ്മളിവിടെ തനതു വരുമാനം കൂട്ടി എങ്ങനെയെങ്കിലും ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടിക്കണക്കായ രൂപയുടെ നഷ്ടം കേരളത്തിന് അവകാശപ്പെട്ട തുകകൾ തരാതെ നഷ്ടപ്പെടുത്തി കേരളത്തെ വല്ലാതെ ഞെരുക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം, അത് അപകടകരമായ ഒരു നിലയിലേക്ക് കൂടുതലായി മാറുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ തന്നെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് നിയമപരമായി കൂടി ഈ വിഷയത്തെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷകരമായ ഒരു സാഹചര്യം. ഈ വിഷയവും ഈ പശ്ചാത്തലവുമാണ് ഇന്ന് ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ്, CPIM, N ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, BJP. ഈ ചർച്ചയിലേക്ക് ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിശദീകരിച്ചതിൻ്റെ ചില സൂചനകളാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഉണ്ടായാൽ വളരെ കൃത്യമായ തർക്കം ഈ വിഷയത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. നിരന്തരം സംസ്ഥാന സർക്കാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ നിലകളിൽ കിട്ടേണ്ട പണമാണ് കേന്ദ്ര സർക്കാർ സമയത്ത് തരാതിരിക്കുന്നത്, ഏതൊക്കെ തരത്തിൽ കുടിശ്ശികകൾ വരുത്തുന്നു, അക്കമിട്ട് നിരത്തി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു തർക്കമുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു എന്ന ഗുരുതര വിഷയം ഉന്നയിച്ച് ഭരണഘടനാപരമായ ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണല്ലോ വന്നിരിക്കുന്നത്. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ കൃഷ്ണദാസ്. ഓക്കെ. ഒരു മ്യൂസിക് കയറി വന്നുകൊണ്ടാണ് എനിക്ക് കേൾക്കാമോ എന്നുള്ള സംശയം വന്നത്. ഒന്ന്, ശരത്ത് ചോദിച്ചത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും
കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തും 131 അനുച്ഛേദമനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്കോ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്രത്തിനെതിരായും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. അത് പ്രകാരം സമീപിക്കാം. ഇവിടെ പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്നതോ അതല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമുക്കത് ഒരു സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് അത് സംസാരിക്കാൻ വേണ്ടി കഴിയും. സർക്കാർ പറയുന്ന കണക്കുകൾ നാളിതുവരെ സർക്കാരിന് ഓശാന പാടുന്നവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, അതോടൊപ്പം തന്നെ ചില മന്ത്രിമാർ അത് ആവർത്തിക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാർ അത് ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിലൊരു അപാകതയുണ്ട് ശ്രീകൃഷ്ണദാസ്. അതായത് സർക്കാർ, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്, അതായത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയിലൂടെ ഓരോ നിയോജക മണ്ഡലത്തിലും 10,000-കണക്കിന് മനുഷ്യരെ അഭിസംബോധന ചെയ്ത് അവരോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ പുതിയൊരു നീക്കത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞത്. അങ്ങനെ സംസാരിക്കുമ്പോൾ BJPക്കോ കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടിക്കോ മാധ്യമപ്രവർത്തകർക്കോ പോയി ഓരോരുത്തരോടും നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് യുക്തിരാഹിത്യമാണ്. പക്ഷേ ഒരു സർക്കാർ ചെയ്യേണ്ട ജോലി സർക്കാർ ചെയ്യുന്നു, ജനങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു, തൊട്ടുപുറകെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ പെറ്റീഷനിൽ. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടിയാണ് താങ്കളോട് ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശരത്തെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കാം. അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സംസ്ഥാനത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തുക കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുള്ള തുക കിട്ടുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഈ തരത്തിൽ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറയാമോ? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ ഈ തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് വലിയ തുക GST കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട്. ആദ്യം അദ്ദേഹം 12,000 കോടി പറഞ്ഞു, പിന്നെ 15,000 കോടി പറഞ്ഞു, പിന്നെ 28,000 കോടി പറഞ്ഞു. കോടികൾക്കൊരു കുറവുമുണ്ടായിട്ടില്ല. പക്ഷേ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ 754 കോടി രൂപയാണ് അതിൽ കിട്ടാനുള്ളത് എന്ന് സൂചിപ്പിക്കുകയും അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുക്കുമെന്ന് പറയുകയും ചെയ്തതോടുകൂടി അത് കിട്ടിയെന്ന് പറയുന്ന സാഹചര്യം ധനകാര്യമന്ത്രിക്ക് സംസ്ഥാനത്തെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. ആ ചോദ്യം ചോദിച്ചത് BJPക്കാരല്ല. കൃഷ്ണദാസ്, കിട്ടിയത് കിട്ടിയതായും കിട്ടാത്തത് കിട്ടാത്തതായും കാണണം. അങ്ങനെ അതാണ് ഇതിലെ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ ഹർജിക്കകത്ത് അല്ല, അത് താങ്കളോട് തന്നെയാണ്. സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ ഹർജിയിൽ കണക്കുകൾ അവതരിപ്പിച്ച് വസ്തുനിഷ്ഠമായി പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ നഷ്ടമാർക്കാണ്, കേസ് കൊടുത്തവർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അപ്പോൾ തങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തോടെ കണക്കുകൾ അവതരിപ്പിച്ചത് ഇത്ര കോടിയുടെ നഷ്ടം ഈ ഇന്ന തരത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു കേന്ദ്രത്തിനാൽ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലാണേ. അപ്പോൾ ആ ഉത്തരവാദിത്വം ഒരു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നമ്മളതിനെ ലഘുവായി കണ്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയാൽ പറയാം, നിശ്ചയമായും താങ്കൾക്കത് പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ശരത്തെ, ഒരു സർക്കാരാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടും മറ്റ് നിയമ സംവിധാനങ്ങളെ സമീപിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെതിരായി ഹർജികൾ ഫയൽ ചെയ്തു. എത്ര വിഷയങ്ങളിൽ ഫയൽ ചെയ്തു. അത് ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലക്കാണോ, പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലക്കാണോ, അതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ കാണിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലക്കോ ഭരണപരമായിട്ടുള്ള സംവിധാനം എന്നുള്ള നിലക്കോ ജനങ്ങളുടെ മുൻപിലേക്ക് യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് പകരം രാഷ്ട്രീയം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ ബഹുമാനപ്പെട്ട കോടതികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാനൊരു 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനതുകൊണ്ടാണ് ഒരെണ്ണം സൂചിപ്പിച്ചത്. GST കോമ്പൻസേഷനെ സംബന്ധിച്ച്, GST നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച്, GST വിഹിതത്തെ സംബന്ധിച്ചെല്ലാം ഈ സർക്കാർ പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു. 2, കേരളത്തിന് കിട്ടാനുള്ള മറ്റ് മേഖലകളിൽ കിട്ടാനുള്ള പണം, ഉദാഹരണത്തിന് നെല്ലിൻ്റെ സംഭരണവുമായി കിട്ടാനുള്ള പണം, തൊഴിലുറപ്പ് പദ്ധതിയുമായി സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണം, ഇതിനെ സംബന്ധിച്ച്
അതുപോലെ തന്നെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണം, ഇതിനെ സംബന്ധിച്ച് എല്ലാം ഈ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നുള്ളത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അക്കമിട്ട് നിരത്തി പറയുന്ന സാഹചര്യമുണ്ടായി. അതൊന്ന്. രണ്ടാമത്തത്, കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ഇടതുപക്ഷവും കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത, 10ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് 1990-95 കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തെയും നിലപാടുകളെയും തുലനം ചെയ്യണമെന്നാണ്. നമ്മൾ എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു ആ 10ാം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞിട്ട്? എത്ര ധനകാര്യ കമ്മീഷനുകൾ അതിനുശേഷം കഴിഞ്ഞിരിക്കുന്നു? നമ്മളിപ്പോൾ 14ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അത് കടന്ന് അതിനെ തുടർന്ന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് ഈ സംസ്ഥാനത്തിൻ്റെ പൊതു വിഹിതത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ വിഹിതം നമ്മളുടെ കോമ്പൻസേഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അതായത് GST നടപ്പാക്കിയ സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള കോമ്പൻസേഷൻ വിഹിതം, അതായത് കമ്മി നികത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നഷ്ടമുണ്ടാകുന്നത് നികത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് 50,000 കോടി രൂപ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ 53,000 കോടി രൂപ കേരളത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായി കിട്ടിയിട്ടുണ്ട്, ആ തരത്തിൽ നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾക്ക്. അപ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും പണം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, വീണ്ടും പണം കിട്ടാനുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉള്ളതല്ലേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, കേരളത്തിന് കിട്ടുന്നതിന് ആരും വിരോധമുള്ള ആളുകളല്ല, ഞങ്ങൾ BJP-ക്കാരും വിരോധമുള്ള ആളുകളല്ല, കേന്ദ്ര ഗവൺമെൻറ് വിരോധമുള്ള ആളുകളല്ല. കേന്ദ്ര ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ കേരളത്തിന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കേരളത്തിന് 60,000-ത്തിലധികം കോടി രൂപയാണ് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കിട്ടേണ്ടതാണ്, കിട്ടുന്നതാണ്, അതിൽ കൂടുതലും കിട്ടിയിട്ടുണ്ട്. റെയിൽവേ വികസനം അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശരത്തെ. എൻ്റെ ഇടയിൽ അതിൽ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതുപോലെ വിശദീകരിക്കാൻ ബാധ്യസ്ഥനായി മാറുന്നത്. ഉദാഹരണത്തിന് ആയിക്കോട്ടെ ഉദാഹരണത്തിന് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആ ഹെഡുകൾ ഒന്നും തന്നെ കേരളത്തിന് നിലവിൽ കിട്ടാനുള്ളതല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള പണം ഏതെങ്കിലും കേരളത്തിന് കിട്ടാനുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ശ്രീ സജീഷ്, ഇപ്പോൾ BJP പ്രതി, കാരണം കേന്ദ്ര സർക്കാരിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു വന്നതൊക്കെ നിരന്തരം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ BJP പ്രതിനിധികൾ പറയുന്ന ഇപ്പോൾ GSTയുടെ ഒരു ക്വാർട്ടറിൽ ഒരു സമയത്ത് നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ആ കാലത്തുണ്ടായ ഒരു തർക്കവും ചർച്ചയും ഒരു ഉദാഹരണമായി എടുക്കുന്നു. ദേശീയപാത വികസനത്തിന് പണം തന്നില്ലേ എന്ന് പറയുന്നത് പോലെയുള്ള നിരന്തര കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നേരിട്ട് കേട്ടയാളാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് കണ്ടയാളാണ്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ പ്രകാരം ഇല്ലാത്ത അധികാര പ്രയോഗം ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം നടത്തുന്നു, അതുപോലെ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനുള്ള സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങൾ വേണം എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഒരു ഹർജി വന്നത്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ രാഷ്ട്രീയ തർക്കങ്ങൾ നടത്തുന്ന നിലയിൽ കാര്യങ്ങളെ സമീപിക്കാനാവില്ല. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചാൽ ഒരു സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കണ്ടേ? ആ കണക്കുകളിൽ ആത്മവിശ്വാസമില്ലാതെ, ബോധ്യമില്ലാതെ ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകാനാകുമോ? അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകാവുന്ന തിരിച്ചടികൾ, രാഷ്ട്രീയമായി ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഇത് കാണാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമോ? അപ്പോൾ ഇതിനർത്ഥം എന്താണ്? സംസ്ഥാന സർക്കാർ പറയുന്ന കോടികളുടെ നഷ്ടം സംഭവിക്കുന്ന, സാമ്പത്തികമായി ക്കുന്ന ആ കണക്കുകളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നാണോ? എന്ന് വെച്ചാൽ അവിടെ സുപ്രീം കോടതി ഈ കാര്യങ്ങൾ സംസ്ഥാനത്തിന് പരിഹാരമുണ്ടാകും, നിയമപരമായ പരിഹാരം ലഭിക്കും എന്നാണോ സർക്കാർ വിചാരിക്കുന്നത്? തീർച്ചയായും ശ്രീ ശരത്ത്, കേൾക്കാമല്ലോ? കേൾക്കാം. അതായത് BJPയുടെ പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഒന്ന്, കേരളത്തെ അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ഗൂഢപരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും മാത്രവുമല്ല രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നും നല്ല ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് BJPയുടെ പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കേരളീയർക്കും വേണ്ടിയാണ്. കാരണം കേരളത്തിൻ്റെ താല്പര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു.
അതുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്. അങ്ങനെ പോകാൻ ആത്മവിശ്വാസം നൽകുന്നത് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്നും അത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ തരത്തിൽ മുന്നോട്ട് വരാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടുള്ളത്. ഇവിടെ വിവിധ ഇനങ്ങളിലായി കേരളത്തിലെ സർക്കാരിന് തരാനുള്ള പണം പല രീതിയിൽ തരാതിരിക്കുകയാണ്. അതിന് മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ്, പലതും തടഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാമാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഏതാണ്ട് 57,000 കോടിയിൽ പരം രൂപ കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം ലഭിക്കേണ്ടതാണ് മുടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ കടമെടുക്കാനുള്ള അവകാശം ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇപ്പം നമ്മൾ കാണേണ്ടത് കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് 2003 പ്രകാരം സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് എത്ര ശതമാനം കടമെടുക്കാമെന്ന്. 3.5% കടമെടുക്കാമെന്നുള്ള അത് നിയമപരമാണ്, ഭരണഘടനാപരവുമാണ്. അതിനെയാണ് 2.5% വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്ക് മാറ്റുന്നത്. എന്നാൽ ഈ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എത്ര ശതമാനം കടമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? 6.5% കടമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നതുകൂടി കാണേണ്ടേ. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു. പിന്നെ ഈ നിലയിലെല്ലാം പരിശോധിക്കുമ്പോൾ ഇവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്താണ്? കടത്തിൻ്റെ കാര്യത്തിൽ കേരളം വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ കടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ GSDP അനുപാതം പരിശോധിച്ചാൽ മറ്റ് സ്റ്റേറ്റുകളുമായി താരതമ്യപ്പെടുത്തി പരിശോധിച്ചാൽ കേരളം 11ാം സ്ഥാനത്താണ്. മാത്രവുമല്ല കടത്തിൻ്റെ എമൗണ്ട് കണക്കാക്കിയാൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവരുടെ ഗുജറാത്തും UPയും രാജസ്ഥാനും മഹാരാഷ്ട്രയും എല്ലാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോഴാണ് അവർക്കാർക്കും ഇല്ലാത്ത ഒരു നിയന്ത്രണം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അത് മാതൃകാപരമായി പോകുന്നുവെന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം സ്വീകരിക്കുന്ന തെറ്റായ ഫെഡറലിസത്തിനെതിരായ നീക്കങ്ങൾക്കെതിരായിട്ടുമുള്ള ഏറ്റവും ആശാവഹമായ ഒരു പോരാട്ടം കൂടിയാണ് സുപ്രീം കോടതിയിൽ നടത്താൻ വേണ്ടി പോകുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ എത്രയാണ് കടമെടുക്കുന്നത്? കഴിഞ്ഞ ബജറ്റിലെ കണക്ക് പ്രകാരം തന്നെ 14.5 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി പാതിയിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 5.6 ലക്ഷം കോടി രൂപയുടെ കടം ഇപ്പോൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ന്യായമായി ഭരണഘടനാപരമായി ഇവിടെ 2003 പാസാക്കിയ നിയമത്തിൻ്റെ ഭാഗമായി എടുക്കാൻ വേണ്ടി പറ്റുന്ന കടം പോലും എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ തകർക്കാൻ എടുക്കുന്ന സമീപനമാണ്. ഇപ്പോൾ ലോകത്ത് ഈ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര ഏജൻസികളുടെ എല്ലാം കണക്ക് പ്രകാരം കേരളം ഈ കാര്യത്തിൽ സ്റ്റേബിളായി നിൽക്കുകയാണ്. GSDP കടാനുപാതം, സഞ്ചിത കടാനുപാതം പരിശോധിച്ചാൽ 35% നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എത്രയാണ്? BJP പ്രതിനിധി അത് പറയണ്ടേ? 58%. GDP-യുമായി കേന്ദ്ര സർക്കാരിൻ്റെ സഞ്ചിത കടം പരിശോധിച്ചാൽ 58% മുകളിലാണ്. കേരളത്തിൻ്റെ 35%. അത് കുറഞ്ഞു വന്നതാണല്ലോ, ഈ കാലഘട്ടത്തിൽ കൂടിയതാണ് അല്ലല്ലോ. കുറച്ചു കൊണ്ടുവന്ന് ആ ബാധ്യത കുറച്ചു കൊണ്ടുവരികയും കേരളത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുകയാണ് എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിന് എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നു. ഇവിടെ ദേശീയപാത വികസനത്തിന് പണം നൽകിയെന്ന് BJP-യുടെ പ്രതിനിധി പറയുകയാണ്. ദേശീയപാത എന്ന് പറയുന്നത് രാജ്യത്താകമാനമുള്ള പാതയാണ്. ആ പാത എന്താ കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ? കേരളത്തിന് ആ പണം നൽകേണ്ടതില്ലേ? എന്നാൽ രാജ്യത്തെ മറ്റു തര സംസ്ഥാനങ്ങൾ നൽകുന്നത് വ്യത്യസ്തമായി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ 5,800 കോടി രൂപ കേരളം നൽകേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തെയല്ലേ നമ്മൾ കാണേണ്ടത്? മറ്റു സംസ്ഥാനങ്ങൾക്ക് ആ ബാധ്യതയുണ്ടോ? ആ ബാധ്യതയില്ല. എന്നാൽ കേരളത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഇപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ലല്ലോ, ഇന്ന് വളരെ സുപ്രധാനമായി ഹൈക്കോടതിയിലുണ്ടായ ഒരു സംഭവ വികാസമുണ്ടല്ലോ. ഇപ്പോൾ ED ഉപയോഗിച്ച് കിഫ്ബിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. തോമസ് ഐസക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് സമൻസ് അയക്കേണ്ട എന്ന് പറഞ്ഞ് ED പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നല്ലോ. ഏതെല്ലാം നിലയിൽ ഈ വികസന പ്രവർത്തനത്തെയും കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെയും തടയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണത്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണ്. അതിൽ നിയമവിരുദ്ധമായതും ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. നിങ്ങൾ കണക്ക് വെച്ച് വർത്തമാനം പറയൂ. അങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ നമുക്ക് അത് കൃത്യമായി പറയാമല്ലോ. രാജ്യത്തിൻ്റെ കടമെത്രയാ? 157 ലക്ഷം കോടി രൂപയിൽ പരല്ലേ? 157 ലക്ഷം
കോടി രൂപയിൽ പരം കടമുണ്ടാകുകയും 14 ലക്ഷം കോടി രൂപ ഇപ്പോൾ കടമെടുക്കണം എന്ന് തീരുമാനിച്ച് ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നിൽക്കുമ്പോൾ ഇവിടെ കേരളത്തിന് മാത്രം സാധ്യമാവില്ല എന്നാണോ? ഇവിടെ കേരളത്തിൻ്റെ ബജറ്റ് ഉൾപ്പെടെ തയ്യാറാക്കപ്പെടുന്നത് എങ്ങനെയാണ്? 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം കടമെടുക്കാൻ കഴിയുന്ന കടം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ബജറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ വന്ന് ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഉപദ്രവിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ BJPയുടെ ശത്രുതയുടെ ഭാഗമായി അവരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഇവിടെ ഈ നവകേരള മാർച്ചൊക്കെ, നവകേരള സദസ് ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്കത് ബോധ്യമായി എന്ന് കോൺഗ്രസിന് ബോധ്യമായതുകൊണ്ടാണ് VD സതീശനും K സുധാകരനും നിൽക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ MPമാർക്ക് പാർലമെന്റിൽ ഇത് ഇനിയെങ്കിലും ഉന്നയിച്ചിട്ടില്ലെങ്കിൽ, കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന പാർലമെന്റിൽ ഇനിയെങ്കിലും ഉന്നയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മറ്റവരുടെ ഭീഷണി ഉണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് MPമാർക്ക് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതേ നിലയിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഈ കാര്യം ഭരണഘടനാപരമായി കേരളത്തിന് വേണ്ടി ഗവൺമെന്റ് ചോദ്യം ചെയ്യും. നല്ല ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് സുപ്രീം കോടതിയിലേക്ക് ഗവൺമെന്റ് പോകുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം സജീഷിലേക്കും. ശ്രീ N. ശ്രീകുമാർ കൂടി ഈ ചർച്ചയിലേക്ക്. ശ്രീ N. ശ്രീകുമാർ, കേരളത്തിലെ പ്രതിപക്ഷം, അതായത് UDF നയിക്കുന്ന പ്രതിപക്ഷം, UDF എന്ന പ്രതിപക്ഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനോട് UDFന് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ വാദങ്ങളിൽ അതുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാദത്തിൽ അതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ സർക്കാർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഫിസ്ക്കൽ ആക്ട് പ്രകാരം 2003 ഇപ്പോൾ സജീഷ് സൂചിപ്പിച്ചല്ലോ, ആക്ട് പ്രകാരം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്വയംഭരണ അവകാശമുണ്ട്. അതിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട്, അതിലിടപെട്ടുകൊണ്ട് നമ്മുടെ ധനപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കടമെടുപ്പിനെയും എല്ലാത്തിനെയും കയറി നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര സമീപനം, അതൊരു ദേശീയ പ്രശ്നമാണ്. ഞാൻ അത്രയും കാര്യം ശ്രീ N. ശ്രീകുമാർ, ഏതായാലും എനിക്കൊന്നും ഒരു 6ഓളം ആവശ്യങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് കൊടുത്തിട്ടുള്ള ഈ പെറ്റീഷനിൽ പ്രയറായി വന്നിട്ടുള്ളത്. അത് പ്രേക്ഷകർക്ക് മുമ്പാകെ കൂടി വെച്ചുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്നാമത്തത്, ഇവിടെ ഇപ്പോൾ ചർച്ചയായി വന്ന അർഹമായ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് അർഹമായ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക, ഒന്ന്. രണ്ടാമത്തത്, സംസ്ഥാന പബ്ലിക് അക്കൗണ്ടിലെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടി റദ്ദ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത നടപടി ശരിയല്ല എന്നൊരു സംസ്ഥാനം വിശ്വസിക്കുന്നു. നിയമപരമായും ഭരണഘടനാപരമായും അത് ശരിയല്ല, അതുകൊണ്ട് അത് റദ്ദാക്കപ്പെടേണ്ടതാണ്. മൂന്നാമത്തത്, കിഫ്ബി, അതുപോലെ പെൻഷൻ ഫണ്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഫണ്ട് ബോർഡ്, അപ്പോൾ ആ കടമെടുപ്പിനെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദു ചെയ്യുക എന്ന് പറയുന്ന ഒരാവശ്യം. മറുഭാഗത്ത് NHAI സമാനമായ രീതിയിൽ കടമെടുക്കുന്നുണ്ട്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ വന്നിട്ടില്ല. അടുത്തത്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ നടപടി റദ്ദു ചെയ്യുക. അവസാനം ഇന്ന് ഹൈക്കോടതി അടക്കം കണ്ടു, കിഫ്ബിയെയും തോമസ് ഐസക്കിനെയും വേട്ടയാടാൻ വേണ്ടി ലക്ഷ്യമിട്ട് നടന്ന നീക്കത്തിൽ സംഭവിക്കുന്ന അറിയാലോ, വലിയ തിരിച്ചടി നിരന്തരം സംഭവിക്കുന്നു. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദം, ഭരണഘടനയുടെ അനുച്ഛേദം 293(3), 294(4) ഉപയോഗിച്ച് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ വിലക്കണം. അവസാനത്തത്, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുക. അങ്ങനെ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇതൊരു ദേശീയ മാനമുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളുമാണ് ഒരു സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളും വിയോജിപ്പും ഉള്ളപ്പോൾ തന്നെ മോദി സർക്കാർ BJP ഇതര സർക്കാരുകളോട് കാട്ടുന്ന സമീപനത്തെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും പലതരത്തിലും മാതൃകയാക്കേണ്ടി വരുന്ന തരത്തിലേക്കൊരു നീക്കം കേരളം നടത്തുമ്പോൾ ആ ദേശീയ കാഴ്ചപ്പാടോടെ ഇതിനെ പിന്തുണയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്വം, സമീപനം പ്രതിപക്ഷത്തിന് വേണ്ടതുണ്ടോ? ശരത്തെ, നമ്മളിതിൽ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കൈകളി ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംശയാലുക്കളാക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നൊന്നും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കൃത്യമായ കണക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളൊരു ധവളപത്രം അവർക്കിഴക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ, കേസ് വിജയിക്കട്ടെ, നല്ല കാര്യം. അതുകൊണ്ട് ഈ മോദി സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാടുകളുണ്ടെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? കേരളത്തിലെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് ധനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലാതെ പ്രതിപക്ഷം പറയുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ,
ഒരു ധവളപത്രം ഇറക്കൂ, സത്യാവസ്ഥ ജനത്തെ അറിയിക്കൂ. ഈ സത്യാവസ്ഥ അറിയിക്കുന്നതിന് പകരം 1,00,000, ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് 1,70,500 കോടി രൂപ 7 വർഷമായിട്ട് കിട്ടാനുണ്ടെന്നാണ്. അപ്പൊ ഈ 6 വർഷം എന്ത് ചെയ്യായിരുന്നു? എന്താ സുപ്രീം കോടതിയിൽ പോകാതിരുന്നത്? അപ്പൊ ഇപ്പൊ നവകേരള സദസ്സ് നടത്തി ധൂർത്താണെന്നുള്ള ഒരു പ്രചാരം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടതിയിൽ പോകുന്നു, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്. കേന്ദ്രത്തെ എല്ലാ കാലത്തും നമുക്ക് കുറ്റം പറയാം, പക്ഷെ ഇതിൽ രാഷ്ട്രീയമായ ഒരു കാര്യം അപ്പം CPM മറക്കുകയാണ്. എന്താണത്? കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJPയുടെ കേന്ദ്രത്തിൽ ഭരണത്തിനെതിരായി ഇപ്പോൾ നിൽക്കുന്ന പ്രതിപക്ഷത്തിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിലെ CPM ഇവിടെ ഭരിക്കുന്നത് BJPക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. ആ CPMനെ വെള്ളത്തിലാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്താമെന്നല്ലാതെ ജനങ്ങൾ വിശ്വസിക്കില്ല. അടിസ്ഥാനപരമായി എല്ലാ വിഭാഗങ്ങളെയും ബാധിച്ചിരിക്കുന്നു കേരളത്തിലെ ധനകാര്യസ്ഥിതി. അതായത് 10-16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ള താങ്കളുടെ വാദത്തിൽ ഒരു അപാകത ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. താങ്കളുടെ വാദത്തിൽ ഒരു ചെറിയ അപാകത ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ കോടതി വ്യവസ്ഥകളോട് നല്ല ബഹുമാനമുള്ള ആളുകളാണല്ലോ. സുപ്രീം കോടതിയിലേക്ക് ഒരു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്വയം കൊടുത്ത് താങ്കൾ പറയുന്ന പോലെ ആത്മഹത്യാപരമായി മുഖം എന്ത് തരം ാണ് അതിലുള്ളത്? സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. തങ്ങളുടെ ഭാഗം ശരിയാണെന്നുള്ളൊരു ബോധ്യമുള്ളവർക്കല്ലേ ഒരു നിയമപരമായ നീക്കം നടത്താനാകൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയുടെ സമയം കഴിച്ചു കൂട്ടാമെന്നതിനപ്പുറം അതിലൊരു യുക്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് അനുകൂല നിലപാട് വാങ്ങിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ സംശയങ്ങൾ തീർക്കണം മുഖ്യമന്ത്രി. ഈ നവകേരള സദസ്സ് ധൂർത്താണെന്ന് പ്രതിപക്ഷം പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ആ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, എന്താണ് ധവളപത്രം ഇറക്കാത്തത്? അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് ധനസ്ഥിതി ചർച്ച ചെയ്യൂ. ശരത്തെ, പ്രതിപക്ഷത്തിന്റെ നിലപാടറിയാമല്ലോ, പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്ന അറിയാമല്ലോ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മാത്രം ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം നടക്കട്ടെ. ഇത് ധനകാര്യമന്ത്രി 6-7 മാസം മുമ്പ് പറഞ്ഞത് ഗുരുതരാവസ്ഥ, അതുകൊണ്ട് ഇന്ധന സെസ് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു 6 മാസം മുമ്പ്. ഇന്ധന സെസ് കുറയ്ക്കാൻ പറ്റാത്തത് ധനസ്ഥിതി മോശമായത് കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് റവന്യൂ വരുമാനം പിരിച്ചെടുക്കാത്തതിനെതിരെ CAG റിപ്പോർട്ട് വന്നത്. ആ റവന്യൂ വരുമാനം എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള അധികാരം GSTAക്ക് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ നികുതി പിരിക്കും? ഒരാളിൽ നിന്ന് നമ്മൾ സംഭാവന പിരിച്ചാൽ അയാളെ രക്ഷിക്കാനല്ലേ നികുതി പിരിവിൽ ദേശീയ സ്റ്റാറ്റസിൽ കേരളം എന്ന സംസ്ഥാനം എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു? ശ്രീ N. ശ്രീകുമാറിന് മറുപടി പറയാനാകുമോ? നികുതി പിരിവിൽ അതുപോലെ തനത് വരുമാനം ആർജിക്കുന്നതിൽ എത്ര ശതമാനം കേരളം തനത് വരുമാനം ആർജിച്ചു? പൊതുവിൽ കേരളത്തിൽ വിനിയോഗിക്കുന്നതിൻ്റെ എത്ര ശതമാനം കേരളത്തിൻ്റെതായ വരുമാനമാണ്? താങ്കൾക്ക് പറയാനാകുമോ? അത്തരം കണക്കുകൾ വന്നാൽ താങ്കളുടെ ഈ വാദം തന്നെ നിരർത്ഥകമാണെന്നേ. ഇത് കണക്കുള്ള കാര്യമല്ലേ, രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും അല്ലല്ലോ, കണക്ക് വെച്ചല്ലേ സംസാരിക്കുന്നേ. അതാണ് ശരത്തെ ഞാൻ പറഞ്ഞത്, കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനകാര്യമന്ത്രി ആ കണക്ക് വരുമ്പോൾ താങ്കളുടെ വാദം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. നികുതി പിരിവിൽ വലിയ മാറ്റം, വലിയ മുന്നേറ്റമുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ എത്രയോ തവണ പബ്ലിക് ഡൊമൈനിൽ വന്നതാണ്. അതുപോലെ തന്നെ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തനത് വരുമാനം ഏതാണ്ട് 68% കേരളത്തിൻ്റെ ചെലവും വികസനക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത് കേരളത്തിൻ്റെ തനത് വരുമാനത്തിലൂടെയാണ്. കേന്ദ്രം അത്രയേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഈ പറഞ്ഞ 70% കേന്ദ്രവിഹിതമാണ്. തനത് വരുമാനം എന്നുള്ളത് വളരെ നാമമാത്രമാണ്. കേരളം അതിനെ കണ്ടുകൊണ്ട് അതിനെ മറികടക്കാൻ പരിശ്രമിക്കുന്നു, പക്ഷേ അതിനും അപ്പുറമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അടിച്ചേൽപ്പിക്കുന്നു. ഇതിനെ രണ്ടിനെയും പ്രതിപക്ഷം കാണുന്നില്ല, ഒന്നിനെ മാത്രം കണ്ടു കുറ്റം പറഞ്ഞു നിൽക്കുന്നു. CAG റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ റവന്യൂ വരുമാനം കുറയുന്നു എന്നുള്ളത്. അത് എന്റെ കണക്ക് തെറ്റാണെങ്കിൽ, CAG പറയുന്നത് തെറ്റാണെങ്കിൽ ഗവൺമെന്റ് ഒരു കൃത്യമായ ധവളപത്രം ഇറക്കട്ടെ. 2 ധവളപത്രം പ്രതിപക്ഷം ഇറക്കിയില്ലേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്? എന്തുകൊണ്ടാണ് ഇവർക്ക് താങ്കളുടെ ആർഗ്യുമെന്റ് ധവളപത്രം എന്നുള്ളതാണ്. അതിനൊരു മറുപടി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ്. അതായത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ നവകേരള സദസ്സിന് പണം തരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സാധാരണക്കാരൻ ഒന്നുമില്ലാതെ തന്നെ മനസ്സിലാകും, പണമില്ലാന്ന്. പക്ഷെ പണമില്ല എന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നത്. എന്തുകൊണ്ട് കേരളം ഒരു നിവേദനം അവർക്ക് കൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് ധനകാര്യമന്ത്രി അവരുമായിട്ട് ചർച്ചയ്ക്ക് പോയില്ല? ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോകണം.
ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത്? ചാനൽ പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾ ജനങ്ങളെ അറിയിക്കൂ എന്നാ പറഞ്ഞത്. അവർക്ക് അത്ര ആത്മവിശ്വാസമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം എന്താ? ഈ ഗവൺമെന്റിന് മുമ്പിൽ കണക്കില്ല, ഉത്തരവില്ല. അതാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അതിന് പകരം സുപ്രീം കോടതിയിലോ താങ്കളുടെ കേരളം ഏത് നീക്കം നടത്തിയാലും അത് കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയാണെന്ന് സർക്കാർ പറയുന്നു. സർക്കാർ അതിനുവേണ്ടി വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അത് ഏറ്റെടുക്കാനോ ഉൾക്കൊള്ളാനോ കേരളത്തിലെ പ്രതിപക്ഷം സന്നദ്ധമേ അല്ല എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഈ ചർച്ചയിൽ മനസ്സിലാകുന്നത് ഇവിടെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം സ്പെസിഫിക്കായി എസ് കെ സജീഷ്, ഞാൻ അതിനുശേഷം ശ്രീകൃഷ്ണദാസിലേക്ക് വരാം. അതായത് ഇവിടെ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, ധവളപത്രം എന്ന് പറയും. നിയമസഭ ധവളപത്രം പുറത്തിറക്കിയാൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഭരണ പ്രതിപക്ഷങ്ങൾക്കിടയിൽ ഇത് ചർച്ച ചെയ്ത് കേരളത്തിനകത്ത് ഇവിടെ പണം തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരള നിയമസഭ ധവളപത്രം പാസാക്കിയാൽ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്താൽ അത് പ്രസിദ്ധീകരിച്ചാൽ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അതിനനുസരിച്ച് പ്രവർത്തിക്കും കേന്ദ്ര സർക്കാർ എന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു നീക്കമാണ്. സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് പോകും. ബന്ധപ്പെട്ട ധനകാര്യ മന്ത്രാലയത്തിന് കേരളത്തിൻ്റെ ആക്ഷേപങ്ങളെ, റിലീഫുകളെ, ചോദ്യങ്ങളെ, ആവശ്യങ്ങളെ നിരാകരിക്കേണ്ടതായി വരും. നിരാകരിക്കുന്നതിന് അനുപാതമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കേണ്ടി വരും. കേരളത്തിനും കേരളത്തിൻ്റെ കണക്കുകൾ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ ഒരു പരിഹാരത്തിലേക്ക് പോകാം. സുപ്രീം കോടതി എന്ന വളരെ സുപ്രധാനമായ പരമോന്നത കോടതിയിലേക്ക് ഇനി വിഷയത്തെ എത്തിക്കുകയാണ് കേരളം. പക്ഷേ അതിനെ കാണാൻ പ്രതിപക്ഷം തയ്യാറാകുന്നേയില്ലല്ലോ. ധവളപത്രം എന്ന നിലയിലേക്ക് മാത്രം അവർ നിൽക്കുകയാണ്. സജീഷ്, അതേക്കുറിച്ച്. ശ്രീ ശരത്ത്, അതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഉറങ്ങുന്ന ഒരാളെ ഉണർത്താൻ വേണ്ടി കഴിയും, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഇവിടെ ശ്രീകുമാറും അതുപോലെ തന്നെ ശ്രീ വി ഡി സതീശനും ശ്രീ കെ സുധാകരനുമെല്ലാം കോൺഗ്രസിനകത്തുള്ള ഒരു BJP പക്ഷമാണ്. BJPക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും BJP പറയേണ്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ദേഹമാണ് ഇവിടെ നമ്മളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ധവളപത്രം എന്നെല്ലാം പറയുന്നത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതാണ്. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് വളരെ കൃത്യമായി നിയമസഭാ രേഖയാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് ₹1 നികുതിയായി കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് 25 പൈസ മാത്രമാണ്. എന്നാൽ ഉത്തർപ്രദേശിലേക്ക് ₹1 നികുതി കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത് ₹2.72 ഈ വിവേചനത്തെക്കുറിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് സംസാരിക്കുന്നില്ല? ഇത് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പത്രം ഇറക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒറ്റ വാചകത്തിലെങ്കിലും മലയാളികൾക്ക് വേണ്ടി പറയാൻ കോൺഗ്രസ് തയ്യാറാകണ്ടേ? ഇവിടെ നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അതിന് മറുപടി പറയണം. ഒന്ന്, 10ാം കമ്മീഷന്റെ ഭാഗമായി ഇവിടെ 3.9% നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം ഇപ്പോൾ ഏറ്റവും കുറച്ച് അവസാനം 1.9% മാറ്റിയിരിക്കുന്നു. അതിന് അദ്ദേഹം പറയുന്നത് 10ാം കമ്മീഷന്റെ കാലം അതായിരുന്നു, ഇപ്പോൾ കാലം വേറെയാണ് എന്നാണ്. ഇവിടെ കേരളത്തിൻ്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ 2.87% ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. ആ പരിഗണനയെങ്കിലും കേരളത്തിന് നൽകണമല്ലോ. ആ പരിഗണന നൽകുന്നുണ്ടോ? ഇനി കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന GSTയിലേക്കുള്ള കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പരിശോധിച്ചാൽ നമുക്കത് കാണാമല്ലോ. രാജ്യത്തിൻ്റെ GDPയിലേക്ക് കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 4.2%. ഈ 4.2% കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ GDPയിലേക്ക് നടത്തി കൊടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര 15.7% ഇന്ത്യയുടെ GDPയിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ജനസംഖ്യയും മഹാരാഷ്ട്രയിലെ ഭൂവിസ്തൃതിയും പരിശോധിച്ചാൽ, ഈ അനുപാതത്തിൽ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് സംഭാവന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തെയാണ് ഈ ഇങ്ങോട്ട് തരുന്ന കേന്ദ്ര വിഹിതത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ വെട്ടിക്കുറച്ച് നമ്മുടെ ജനസംഖ്യ പോലും പരിഗണിക്കാതെ വെട്ടിക്കുറക്കുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ വളരെ വേഗത്തിൽ ആളുകളെ തീർച്ചയായും ഞാൻ ചുരുക്കി തന്നെ പറയാം. സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ശ്രീകുമാർ വന്ന് BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴും BJPക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ വേണ്ടി കഴിയുന്ന
സഖ്യശത്രുവാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് കാണണം. മുഖ്യശത്രുവല്ല, സഖ്യശത്രുവാണ് ഇപ്പോൾ BJPയുടെ സഖ്യശത്രു എന്നുള്ള വിശേഷണമായിരിക്കും നന്നാവുക. കാരണം ശത്രുവായി നിൽക്കുകയും എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ആളുകളെ പർച്ചേസ് ചെയ്ത് മിത്രമാക്കി മാറ്റാൻ വേണ്ടി കഴിയുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ രാജ്യത്തുണ്ടാകുന്നത്. നല്ല നട്ടലുറപ്പോടുകൂടി കർണാടകത്തിലെ ഗവൺമെന്റിനെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ നാട്ടുകാരെടുത്ത് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നതുകൂടി ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു ദൂർത്തുമില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായതാണ്. അത് സതീശന്റെയും സുധാകരന്റെയും ഒക്കെ വാഗ്ധോരണിക്കപ്പുറത്തേക്ക് ജനങ്ങൾ കണ്ടതാണ്. പിന്നെ അവർ അലോസരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മഹാജനസഞ്ചയം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹാജനസഞ്ചയം വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാകുന്നു. രാജ്യത്തെ മികച്ച നിലയിൽ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. ഇന്നും പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കഴിയുന്നു. ഏറ്റവും കൂടുതൽ PSC വഴി ജോലി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 4 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ മറ്റൊന്നും പോകുന്നില്ല സമയപരിമിതി മൂലം. ഇങ്ങനെയെല്ലാം ഇല്ലാതാക്കാനും നേട്ടങ്ങളുടെ പട്ടിക ദേശീയ തലത്തിൽ നിരന്തരം കേരളം അംഗീകരിക്കപ്പെടുന്നതിന്റെയും വിവിധ റാങ്കിങ്ങുകളിൽ ഒന്നാമത് നിൽക്കുന്നതിന്റെയും ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും കേരളം മുന്നേറ്റത്തിന്റെ ഒരു പാതയിലൂടെ, അത് കേരളത്തിന്റെ സവിശേഷമായ കണക്ക് പ്രകാരം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ എല്ലാം കേരളമാണ് മുന്നിൽ. ഇവിടെ പറഞ്ഞ നേരത്തെ വരുമാനവും തനത് വരുമാനവും എല്ലാം വർദ്ധിപ്പിച്ചതാണ് കേരളം. വർദ്ധിപ്പിച്ചതാണ്, രാജ്യത്തിന് മാതൃകയായി വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ്. കേരളത്തിന് ആകെ കുറഞ്ഞത് കേന്ദ്ര വിഹിതം മാത്രമാണ്. അവിടെയാണ് നേരത്തെ ശ്രീകുമാർ അതിനോട് യോജിക്കാതിരുന്നത്. അതിന് AGയുടെ കണക്കുണ്ടല്ലോ എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വരാം താങ്കളിലേക്ക്, താങ്കൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്, ഓക്കെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആകാമല്ലോ. ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ലൈനിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോൾ ഞാൻ 2 കേന്ദ്രമന്ത്രിമാരെ, ഇപ്പോൾ ശ്രീ O രാജഗോപാൽ കേരളത്തിൽ നിന്നുള്ള BJP സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. BJPയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പുള്ളപ്പോഴും കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണാർത്ഥത്തിൽ എനിക്കൊരു ധാരണയില്ല, കേരളമെമ്പാടും എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ അദ്ദേഹത്തിനോടൊരു രാഷ്ട്രീയത്തിന് അതീതമായൊരു ആദരവുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരളത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു പൊതു നിലപാടിനോടുള്ള, പലപ്പോഴും കേരളത്തിൻ്റെ പൊതുവായ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നടപടിയോടൊക്കെയുള്ള ഒരു അടുപ്പം പലയിടങ്ങളിൽ ഇടത് BJPക്ക് ചരിത്രത്തിലാദ്യമായി ഒരു സീറ്റ് കിട്ടുന്നതിന് പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഗുണം ചെയ്തിട്ടുണ്ട് BJPയെ സംബന്ധിച്ച്. ഞാൻ ഇത്രയും പറയാൻ കാര്യം, പിന്നാലെ വന്ന BJP രാഷ്ട്രീയത്തിൽ ശക്തനായിട്ടുള്ള മുരളീധരൻ യഥാർത്ഥത്തിൽ 4.5 വർഷം പിന്നിട്ട് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പൂർണ്ണമായും ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിലും കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷത്താണ് എന്ന മട്ടിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരള സർക്കാരുമായി ഫൈറ്റ് ചെയ്യുന്നതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടി നിന്ന കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു പൊതുവികാരത്തിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കുറെയെങ്കിലുമൊക്കെ മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേയില്ലല്ലോ. അതൊരു പ്രശ്നം തന്നെയല്ലേ? അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ഘടകമെടുത്തിട്ടുള്ള നിലപാട് ഞാൻ ഒരൊറ്റ വാചകം പറയാം. ഈ അടുത്ത കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് അത് നടക്കില്ല, അത് നടക്കാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു പോയതാണ്. വലിയ തോതിൽ വൈറലായ വീഡിയോ ആണ്. BJP സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷൻ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ഒരു വികസന ആശയത്തെ ചർച്ച ചെയ്യുന്ന കാലം അത് നടക്കില്ല, അത് നടക്കാതിരിക്കാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന BJPയുടെ ഒരു മൈൻഡ് സെറ്റ് എന്നേ. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ കേരളത്തിന് സഹായകരമായ കാര്യങ്ങൾ കിട്ടുക? അപ്പോൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടതായി വരും. സുപ്രീം കോടതിയെ പോകാൻ തീരുമാനിക്കുകയാണ് ഒരു സംസ്ഥാനം. ശരത്ത് പറഞ്ഞ അവസാനത്തെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. ശരിയായിരിക്കാം, BJP കേരള ഘടകം ഞങ്ങളത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കേരളയിൽ എന്തുകൊണ്ടാണ് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു അനുമതിയും കിട്ടാതെ, കേന്ദ്ര റെയിൽവേ ബോർഡിൽ നിന്ന് യാതൊരു അനുമതിയും കിട്ടാതെ അനുമതി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കിത് നടപ്പാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് നാട് നീളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മഞ്ഞക്കുറ്റിയിടാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അനുമതി പത്രം എവിടെയെന്ന് ചോദിച്ചു. കോടതി അതിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. സാധാരണക്കാർ മുഴുവൻ സമരരംഗത്തിറങ്ങി. അതിൻ്റെ ബാക്കി പത്രമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്.
ആ സാഹചര്യത്തിലാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് അല്ല. ഈ സർക്കാരിനെതിരെ കെ. സുരേന്ദ്രൻ പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. പറയട്ടെ എന്ന്. പഴയ ആ കാലത്തല്ല. അല്ല, അതെ, ഞാൻ ഒരു വ്യക്തത വരുത്തിയതാണ്. ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. ആ പറഞ്ഞ കെ. സുരേന്ദ്രന്റെ പരാമർശം പഴയതല്ല, പുതിയതാണ്, ഈ അടുത്ത കാലത്താണ്. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അല്ല, അതെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ പോകുന്ന ഒരു വലിയ തട്ടിപ്പാണ്, അഴിമതിയാണ്, അതിൽ യാതൊരു അനുമതിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം BJP നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയായിരുന്നു. എന്തായിരുന്നു കേരളത്തിൻ്റെ രണ്ടാമത്തെ നിലപാട്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് സർക്കാർ മാറിയില്ലേ? എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാനത്തെ നിലപാട്? ആ തരത്തിലേക്ക് മാറിയില്ലേ? ഇനി ശരത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ കാര്യം, ശ്രീ O. രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ 57 റെയിൽവേ മേൽപ്പാലങ്ങളാണ് പണിയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ന് കാണുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ ബഹുഭൂരിഭാഗവും നടപ്പാക്കിയിട്ടുള്ളത് ശ്രീ O. രാജഗോപാൽ റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അങ്ങ് എന്നോട് ചോദിച്ച രണ്ടാമത്തത് ശ്രീ V. മുരളീധരൻ കേന്ദ്രമന്ത്രിയല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ശരത്തെ, ഈ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ടിരുന്ന മുഴുവൻ BJP നേതാക്കന്മാരും കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ നിങ്ങൾ അക്കമിട്ട് നിരത്തി പരിശോധിച്ചാൽ കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ നിതിൻ ഗഡ്കരിയും കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജിയെക്കുറിച്ച് എന്താ സൂചിപ്പിച്ചത്? പരസ്യമായി പറഞ്ഞത് എന്താണ്? നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് 58,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് നിങ്ങൾ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നവകേരള യാത്ര നടക്കുന്നുണ്ടല്ലോ. ആ നവകേരള യാത്ര കടന്നു വരുന്ന മേഖലയിലൂടെ ശരത്ത് വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാസർഗോഡ് മുതൽ ഈ നവകേരള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം വരെയുള്ള നാഷണൽ ഹൈവേയുടെ വികസന പദ്ധതികൾ ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചത്? ഫണ്ട് എവിടെ നിന്നാണ് വിലയിരുത്തിയത്? സജീഷ് സൂചിപ്പിക്കുന്നത് സ്ഥലമെടുപ്പിന് 5,000 കോടി കൊടുത്തു, മറ്റൊരു സംസ്ഥാനവും കൊടുത്തില്ല എന്നാണ്. സജീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് വാട്സപ്പിൽ എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടാവും. അത് മാത്രമേ പറയാൻ കഴിയൂ, മറ്റൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ താങ്കളൊന്ന് ഗൂഗിളിൽ പോയി വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഏതൊക്കെ സംസ്ഥാനങ്ങൾ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. 50% അതിൽ കൂടുതലും നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. സ്ഥലമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ. നിങ്ങൾ പറഞ്ഞല്ലോ ഉത്തർപ്രദേശിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പണം കൊണ്ടുപോകുന്ന ഉത്തർപ്രദേശാണെന്നുള്ളത്. ഞാനതിൻ്റെ കണക്കൊന്ന് വായിക്കാം. 28 സംസ്ഥാനങ്ങളിൽ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. കേരളമടക്കമുള്ള കേരളത്തിൽ 560 കിലോമീറ്റർ നീളത്തിലുള്ള ദേശീയപാത വികസനത്തിന് ആകെ ഭൂമി ഏറ്റെടുക്കാനാണ് 6,000 കോടി എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് സംസ്ഥാന സർക്കാർ നടത്തിയത്. അന്ന് ഇത് സ്തംഭിച്ചു പോയതാണ്. മനസ്സിലായില്ലേ? താങ്കൾ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തിന് താല്പര്യമുള്ള പാതാ പദ്ധതികളിലേക്കാണ് യഥാർത്ഥത്തിൽ അവർ പണം മുടക്കിയിട്ടുള്ളത്. ഇതങ്ങനെയല്ല. കേരളമെമ്പാടുമുള്ള ദേശീയപാതാ വികസനം സ്തംഭിച്ചു പോയത് പുനരാരംഭിക്കാൻ സംസ്ഥാനത്തോട് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ പണം മുടക്കൂ, എങ്കിൽ ആലോചിക്കാം. അങ്ങനെയാണ് ഒരു സംസ്ഥാനം 6,000 കോടി മുടക്കിയത്. വ്യത്യാസമുണ്ട്. എനിക്ക് ശരത്തിനോട് ഈ കാര്യത്തിൽ തർക്കിക്കാനില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന് മാത്രമായി നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുപ്പിനൊരു പോളിസി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ തിരുത്താൻ എനിക്ക് തൽക്കാലം ഉദ്ദേശമില്ല. കാരണം ഈ രാജ്യത്ത് വിവരവും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളും അത് വായിക്കുകയും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശരത്തിനെയും സജീഷിനെയും പോലുള്ള ആളുകളെ തൽക്കാലം പിന്നെന്തിനാണ് കേരളത്തോട് പണം മുടക്കണമെന്ന് കേന്ദ്ര NHAI ആവശ്യപ്പെട്ടത്? ശരത്തെ, അത് കേരളത്തോട് മാത്രമല്ല, നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ കേരളത്തോട് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? അതാത് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തോട് എന്തുകൊണ്ട്? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മൾ 2 ആളുകൾ സംസാരിക്കില്ലേ? ആ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ നമ്മൾ കാര്യങ്ങളെ കാണുന്നത്? എന്തുകൊണ്ട് കേരളത്തിന് കത്തയച്ചു? അറിയാത്ത ആളല്ല. ആ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് താല്പര്യമുള്ള പ്രോജക്റ്റുകൾക്ക് അവർ പണം മുടക്കി. നമ്മളെ സംബന്ധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേപോലെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ പൂർണ്ണ വികസനമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ താല്പര്യമുള്ള ഒരു പ്രോജക്റ്റ് അല്ല. അത് ദേശീയപാത വികസനത്തിൻ്റെ രാജ്യത്തെ പൊതുപദ്ധതിയുടെ ഭാഗമാണ്. അതിവിടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ സ്തംഭിച്ചുപോയി.
ആ സ്തംഭിച്ച പദ്ധതി പുനരാരംഭിച്ച ഘട്ടത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ട എന്താണ്? കേരളത്തിൽ ഭൂമി വില കൂടുതലാണ്, അതുകൊണ്ട് തന്നെ NHAIക്ക് അത് ആ വില കൊടുത്തെടുക്കാൻ കഴിയില്ല, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരൂ. അങ്ങനെയാണ് കിഫ്ബി മുഖാന്തരം 6000 കോടി കൊടുത്ത് മുടങ്ങിപ്പോയ ദേശീയപാത വികസനത്തെ പുനരുജ്ജീവിപ്പിച്ചത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട് ശ്രീകൃഷ്ണദാസ്. കൈരളി ചാനലിൽ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ആളാണ് ശ്രീ ശരത്. അങ്ങേപ്പോലുള്ള ആളുകൾ ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്. ഏതൊക്കെ സംസ്ഥാനം ഏതൊക്കെ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വാട്സപ്പ് ചെയ്ത് തരാം. ഓരോ സംസ്ഥാനം ഏതൊക്കെ പദ്ധതികൾക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇത്രയും പുരോഗമനാത്മകമായി പോകുന്ന രാജ്യത്തെ ജനങ്ങളോടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കടമെടുപ്പിനെ സംബന്ധിച്ചാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയാണ്, അല്ല ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ, കുറേ സമയം എടുത്തല്ലോ എൻ്റെ. കടമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് വലിയ നഷ്ടം കേരളത്തിന് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. എന്താ കടമെടുപ്പിൻ്റെ സ്ഥിതി? 3% എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാൻ വേണ്ടി കഴിയുക GDP-യുടെ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ GDP-യുടെ കണക്കനുസരിച്ച് 30,000 കോടി കേരളത്തിന് കടമെടുക്കാം. കേരളം നിലവിൽ എത്രയാണ് എടുത്തിട്ടുള്ളത്? 36,000 കോടി. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു 0.5% എക്സ്ഗ്രേഷ്യ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 35,000 കോടി വരെ എടുക്കാം. ഇനി കേരളത്തിന് എടുക്കാൻ കഴിയുമോ ഈ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ഈ പ്ലാനിംഗ് പീരീഡിൽ? 6,000 കോടി നിലവിലെടുത്തിരിക്കാൻ 0.5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കണക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതല്ലേ പ്രശ്നം? വേറെ വ്യവസ്ഥകൾ വെച്ച് കടമെടുക്കാനുള്ള പരിധിയെ ലിമിറ്റ് ചെയ്യാൻ തലത്തിൽ ഇടപെട്ടു. അതാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കേണ്ടത് ശ്രീകൃഷ്ണദാസ്, ആ നിലയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയോട് പറയുന്നു. അതിനെന്ത് മറുപടി? എനിക്ക് മറുപടി പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ അങ്ങ് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ട് അതിന്റെ ചോദ്യത്തിലേക്ക് പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അല്ല, ഇതാണ് ഇന്നത്തെ വാർത്തയും വിഷയവും. ശ്രീകൃഷ്ണദാസ് നമ്മൾ എല്ലാ ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. BJP-യുടെ വെർഷൻ, മറുഭാഗത്തെ ചർച്ച. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോട് രേഖാമൂലം ഒരു സർക്കാർ എഴുതി കൊടുക്കുകയാണെന്നേ. അതാണ് അത് ഗൗരവമുള്ള ആരോപണമാണ്. കോടതിയുടെ മുമ്പാകെ കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെടുത്തണ്ടേ, വിശദീകരിക്കണ്ടേ, വെളിപ്പെടുത്തണ്ടേ അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന്. ശരത്തെ, ഞാനതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ കേരള ഗവൺമെൻറ് ഈ കണക്കുകളുമായി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്ത് വന്ന് കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചു. ഏതൊക്കെ മേഖലയിൽ കേരളത്തിന് പണം കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിൽ കിട്ടാനുണ്ട്, ഏതൊക്കെ മേഖലയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് കേരളത്തിലേക്ക് അത് കൊടുക്കാൻ, ഇതെല്ലാം അവർ വിശദീകരിച്ചു. അല്ല, ഞാൻ ഒരൊറ്റ വാചകം പറയട്ടെ, ഒരു വാചകം അവർ വിശദീകരിച്ചതിന് ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ വിശദീകരിച്ചതിന് ശേഷവും ഞങ്ങൾക്ക് ഇത്രയും കിട്ടാനുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 28,000 കോടി രൂപ ഇനിയും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കണക്കുകൾ ബഹുമാനപ്പെട്ട കോടതിയിലും വന്ന് കോടതിയുടെ കൂടി നിലപാടുകൾ വരട്ടെ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, സാമ്പത്തിക നിലപാടുകളിൽ, ഉദാഹരണത്തിന് കിഫ്ബിയുടെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിക്ക് കടമെടുക്കാൻ കഴിയുമോ? പറയട്ടെന്ന് അല്ല എന്റെ സമയം കിഫ്ബിക്ക് കടമെടുക്കാൻ കഴിയുന്നത്. അല്ല, ആയിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കാം. ഇപ്പം NHAI കടമെടുക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷ പ്രതിനിധി ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കടമെടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആർക്ക് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്. കേന്ദ്രത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? എന്തൊരു വർത്തമാനമാണത്? രാജ്യം കടമെടുക്കുന്നത് രാജ്യത്തിന് വേണ്ടി, കേരളം കടമെടുക്കുന്നത് കേരളത്തിന് വേണ്ടി. അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കോടതിയിൽ കാണാം. 3 പേരോടും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. തർക്കം അങ്ങനെ കാര്യങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചർച്ചയിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കും. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ N. ശ്രീകുമാർ, അതായത്
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവർണർമാർക്കെതിരെ നീങ്ങിയ സംസ്ഥാനങ്ങൾക്ക് നിയമപരമായിട്ടുള്ള വലിയ മുൻതൂക്കം ലഭിച്ചു, വലിയ തിരിച്ചടി ഗവർണർമാർക്കുണ്ട്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിനുണ്ടായ തിരിച്ചടി കൂടിയാണ്. അതേ വഴിയിൽ കേന്ദ്ര സമീപനത്തിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി ഒരു സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയാൽ സ്വാഭാവികമായും സാധ്യതകളില്ലേ? ശരത്തെ, സുപ്രീം കോടതി പോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഒന്ന്, ഇതിന്റെ ഉദാഹരണം പറയാം. ഹൈക്കോടതി കുറച്ചു കാലം മുമ്പ് ഈ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് കേന്ദ്രം പണം തരുന്നില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് പരാതിപ്പെട്ടു. അപ്പൊ കോടതി പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, ആ പദ്ധതിയുടെ പേര് മുഖ്യമന്ത്രിയുടെ ഉച്ചഭക്ഷണ പദ്ധതി എന്നാക്കാൻ പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം കോടതിയിൽ കേരള ഗവൺമെന്റ് പറഞ്ഞത് അത് ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരാത്തതുകൊണ്ടാണ് പണം കൊടുക്കാത്തതെന്ന്. ഇതാണ് അവരുടെ കേന്ദ്ര യുദ്ധത്തിന്റെ പൊള്ളത്തരം. പിന്നെ ശ്രീ സജീഷ് ഇവിടെ പറഞ്ഞത്, അതായത് നവകേരള യാത്ര നടക്കുന്നതുകൊണ്ട് ജനങ്ങളൊക്കെ പ്രതാപന് പോലും താങ്കൾ മനസ്സിലായിട്ടില്ല കേട്ടോ. പ്രതാപൻ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞ ഇങ്ങനൊന്നുമല്ല. കേരള സർക്കാരിന്റെ കേരളത്തിന്റെ വാദത്തെ ശരിവെച്ചാണ്. ഓക്കെ. അല്ല, പ്രതാപൻ അടിയന്തര പ്രമേയം കൊടുത്തത് കേരളത്തിൽ നിന്നുള്ള MP ആണ് പ്രതാപൻ എന്നുള്ളതുകൊണ്ടും കേരളം പറയുന്നതിന്റെ കള്ളത്തരം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അതിന് അനുമതി കൊടുത്തില്ല, അത് നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, UDF നമ്മുടെ സജീഷ് പറഞ്ഞ എന്താണ്, നവകേരള സദസ്സിനെ ജനങ്ങൾ ഏറ്റെടുത്തു കാണും. പക്ഷേ LDFന്റെ 6 സീറ്റ് കൂടി ജനങ്ങൾ ഏറ്റെടുത്തിട്ട് കോൺഗ്രസിന് കൊടുത്തു. ഇന്നത്തെ പത്രത്തിലുണ്ട്, പത്രം വായിച്ചാൽ സജീഷ് മനസ്സിലാകും. പിന്നെ നമ്മുടെ 27,000 കോടി രൂപ വിവിധ വിഭാഗങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. ആ സമയത്താണ് ഈ നവകേരള യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞത്, കിഫ്ബിയെ കുറിച്ച് സജീഷ് പറഞ്ഞു തിരിച്ചടി. എന്ത് തിരിച്ചടി? പുതിയ സമൻസ് കൊടുക്കുന്ന പറഞ്ഞത്, പുതിയ സമൻസ് കൊടുക്കും, പഴയത് പിൻവലിച്ചു, പുതിയ സമൻസ് കൊടുക്കും. ഇനി അത് മാത്രമല്ല, EDയുടെ അന്വേഷണം നിർത്തണ്ടെന്ന് പറഞ്ഞു. അത് ആ ഹർജി തള്ളിക്കളഞ്ഞു. അതാണ് ആ കാര്യം. പിന്നെ എന്റെ ചോദ്യത്തിലെ കൂടി വളരെ വേഗത്തിൽ, എന്റെ ഗവർണർമാർക്കെതിരെ പോയ സംസ്ഥാനങ്ങൾക്ക് നേടിയ നിയമപരമായി കിട്ടിയ ആനുകൂല്യം സ്വാഭാവികമായും ഇത്തരം നീക്കത്തിലും അങ്ങനെ തള്ളിക്കളയാവുന്നതല്ലോ. അല്ല, ഞാൻ അനുകൂലിക്കുന്നു. ഞാൻ ഈ ഗവൺമെന്റിനൊപ്പമാണ് ഇക്കാര്യത്തില്. സുപ്രീം കോടതി പോയ നല്ല കാര്യം. കാരണം അവിടെങ്കിലും അവർ കണക്ക് ചോദിക്കുമല്ലോ. അപ്പൊ യഥാർത്ഥ കണക്ക് അവിടെയെങ്കിലും വിവരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ സ്പോർട്സ് കണക്ക് ചോദിക്കുക മാത്രമല്ല, കണക്ക് പറയാൻ അവരും തയ്യാറാകുമല്ലോ. അത് പറയാത്ത എന്താണ് ശ്രീകുമാർ? ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഒരു കേസിന് രണ്ട് കക്ഷികളില്ലേ? താങ്കള് നമ്മള് തീർച്ചയായിട്ടും അല്ലല്ല, ഞാൻ ഇതില് ഞാൻ ആ രീതിയിൽ പറയുന്ന ആളല്ല. അതായത് കോൺഗ്രസിന്റെ സമീപനം, പ്രതാപൻ എടുത്ത സമീപനത്തെ മുഖ്യമന്ത്രി ശരിവെച്ച സ്ഥിതിക്ക് VD സതീശൻ ഇത് നിയമസഭ പറഞ്ഞ കാര്യമാണ്, പുതിയതൊന്നും അല്ല. അതോട് നിൽക്കട്ടെ. പക്ഷേ കേന്ദ്രത്തിൽ സുപ്രീം കോടതി ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഈ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കണമോ? ഈ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കണമോ? എന്താണ് ശ്രീകുമാറിന്റെ അഭിപ്രായം? പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കണമോ എന്ന് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താ കാരണം എന്നറിയാമോ? പ്രതിപക്ഷം കേരളത്തോട് ചില കണക്ക് ചോദിച്ചിട്ടുണ്ട്. ആ കണക്ക് ആദ്യം കൊടുത്തിട്ട് അവര് പറയട്ടെ, എങ്കിൽ ശരി നിങ്ങൾ കേന്ദ്രത്തിൽ ഇതേക്കുറിച്ചാണ് സാർ ഞാൻ ചോദിച്ചത്. ഇതിനെ പിന്തുണയ്ക്കണമോ? താങ്കൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അല്ല സ്ഥലത്ത് അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയില്ല. അത് ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളോട് കേരള ഗവൺമെന്റ് പറയുന്ന കാര്യം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവ കേന്ദ്രത്തിൽ പോകുന്നു. കേന്ദ്രത്തിൽ അത് നല്ല കാര്യം. ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, അതായത് കേരളത്തിലെ ഗവൺമെന്റിന്റെ കണക്കുകളെ കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് ഇപ്പോഴും ഗവൺമെന്റ് ധൂർത്ത് നിർത്തുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ശരി, അത് താങ്കളുടെ ഒരു വാദമാണ്, താങ്കൾ അത് ആവർത്തിക്കുന്നു എന്ന് മാത്രം. താങ്കളുടെ കാഴ്ചപ്പാടും അഭിപ്രായം അതാണ്. ഞാൻ സജീഷിലേക്ക് വരുന്നു. സജീഷ്, VD സതീശൻ ഈ സംസ്ഥാന നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട്, വിമർശനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇത് കോടതിയിലേക്ക് ഒരു ഓപ്പൺ ഫൈറ്റിന് സർക്കാർ പോകുമ്പോൾ കണക്കുകൾ നിരത്താൻ തങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ അവിടെ വരട്ടെ എന്നാണോ? തീർച്ചയായും കേന്ദ്ര സർക്കാർ അവിടെ വരേണ്ടി വരും, അഭിപ്രായം പറയേണ്ടി വരും. മാത്രവുമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അത് മലയാളികളായ ഓരോരുത്തർക്കും വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഈ ശ്രീ കൃഷ്ണദാസും അതുപോലെ തന്നെ ശ്രീ ശ്രീകുമാറും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ്. ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്നതുകൂടി കാണണം. ഒന്ന്, ഇവിടെ പഴയ UDF കാലം എന്തായിരുന്നു?
ദൂരത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ ജനങ്ങളോട് പറയണ്ട. പഴയ UDF കാലത്തെക്കുറിച്ച് തീവെട്ടിക്കൊള്ളയെന്നും കടുംവെട്ടുമെന്നൊന്നും വിശേഷിപ്പിച്ചത് ഞങ്ങളാരായിരുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള KPCC പ്രസിഡന്റിന് ഉൾപ്പെടെ അങ്ങനെ പറയേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. മന്ത്രിമാരെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്തായിരുന്നുവെന്നും ഇവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, സ്കൂളുകൾ പൂട്ടി, ആശുപത്രികൾ അവതാളത്തിലായി, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയായി, ഇതെല്ലാം ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. തകർന്നടിഞ്ഞൊരു കാലം, ആ കാലത്തിൻ്റെ വക്താക്കളാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇവിടെ BJP പ്രതിനിധി മനസ്സിലാക്കേണ്ട ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്തായിരുന്നു പറഞ്ഞത്? K. സുരേന്ദ്രൻ പറഞ്ഞത് ഗെയിൽ പദ്ധതിയും ദേശീയപാത വികസനവും പൂർത്തീകരിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് നടക്കില്ല എന്നുള്ള നല്ല ഉത്തമ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കേരളത്തെ തകർക്കുക എന്നുള്ള ചില ലക്ഷ്യം വെച്ചിട്ട് അത് തടയാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഉത്തമ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അപ്പോൾ ആണ് കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞത്? ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ പണം തരില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എന്ത് ചെയ്തത്? അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 5800 കോടി രൂപ മുടക്കി അത് ചെയ്തത് എന്നുകൂടി കാണേണ്ടതുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടി, നികുതി വരുമാനത്തിൽ, നികുതിയേതര വരുമാനത്തിൽ എല്ലാം കേരളം ഈ ഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നികുതി പിരിക്കുന്ന കാര്യത്തിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പരിശോധിച്ചാൽ ഒന്ന് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, അത് കേന്ദ്ര വിഹിതം മാത്രമാണ്. ഏതായാലും സജീഷ്, ഞാൻ നമ്മുടെ സമയം തീരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതൊരു സുപ്രധാന ഘട്ടമാണ്. ഒരു സംസ്ഥാന സർക്കാർ വളരെ ആത്മവിശ്വാസത്തോടെ നിയമപരമായി തന്നെ ഈ വിഷയങ്ങളെ കണക്കുകൾ അവതരിപ്പിച്ച് വലിയ അവഗണന, ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം കേരളത്തോട് ചെയ്യുന്നു എന്ന് പറയുന്നത് സുപ്രീം കോടതിയോടാണ്. ഒരു ഹർജി നൽകിക്കൊണ്ട് അതേ ആത്മവിശ്വാസത്തോടെ ആ കേസിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? കണക്കുകൾ അവതരിപ്പിക്കുമോ? കേരളത്തിൻ്റെ വാദത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നേരിടാൻ പോകുന്നത്? കണക്കുകൾ വെച്ച് സുപ്രീം കോടതിക്ക് മുമ്പാകെ കേന്ദ്രവും സംസ്ഥാനവും തങ്ങളുടെ വാദങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതി ഏത് നിലയ്ക്കാണ് ഈ വിഷയത്തെ സമീപിക്കുക? കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ ഏതു വിധം കോടതി കാണും എന്നതൊക്കെയാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. ആ നിലയിലുള്ള ഒരു ചരിത്രപരമായ നീക്കം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് കാത്തിരിക്കാം സുപ്രീം കോടതിയിൽ എങ്ങനെയാണ് ഈ ഹർജി മുന്നോട്ട് പോകുന്നത് എന്നത് നോക്കിക്കൊണ്ട് തന്നെ. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.